ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ പൊടിച്ച് വെച്ച പൊടികളെല്ലാം തീർന്നു പോയി. ഇന്നിനി പൊടി തയ്യാറാക്കുന്നതാണ്. ആ വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. ഇത് ഞാൻ തയ്യാറാക്കുന്ന പോലെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ ഒരു വർഷം വരെ ഈ പൊടി ഒരു തകരാറില്ലാതെ നല്ല മണവും ടേസ്റ്റും രുചിയും ഒക്കെയുള്ള നല്ല പൊടി കിട്ടും. പൂപ്പലോ പ്രാണിയോ ഒന്നും ഈ പൊടിയിൽ വരില്ല. ഇതേപോലെ ചെയ്യണം. ഇനി ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പൊടിച്ച് വെക്കാൻ വേണ്ടി 1 കിലോ മഞ്ഞൾ, 1 കിലോ മല്ലി, 1 കിലോ മുളകും വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു ബക്കറ്റിലേക്ക് മല്ലി ഇട്ട് കൊടുത്ത് നല്ലപോലെ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ കഴുകിയെടുക്കണം. നന്നായിട്ട് കഴുകിയെടുക്കണം. ഇതിന് നല്ലപോലെ പൊടിയും ചളിയെല്ലാം ഉണ്ട്. ഇത് നല്ലപോലെ കഴുകിയ ശേഷം ഒരു അരിപ്പ വെച്ചിട്ട് അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെള്ളം ആറി കിട്ടും. ഇനി ഇതെല്ലാം ഇതുപോലെ വാരി ഈ അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാൻ ഇട്ടാൽ കഴുകി എടുക്കൽ വളരെ എളുപ്പമാവും. ഇങ്ങനെ വാരി എടുത്ത ശേഷം അടിയിലുള്ള മല്ലിയൊന്നും കളയണ്ട. അത് ഊറ്റിയെടുക്കുന്ന സമയത്ത് മുഴുവൻ പോകും. ഒരു അരിപ്പയിലേക്ക് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ മല്ലിയെല്ലാം നമുക്ക് കിട്ടും. കണ്ടില്ലേ, ഇതിൽ നല്ല ഈ വെള്ളത്തിൽ തന്നെ കാണുന്നില്ലേ, ഒറ്റ പ്രാവശ്യം കഴുകിയ സമയത്തുള്ള പൊടിയും അഴുക്കുമാണ് ഈ വെള്ളത്തിലുള്ളത്. ഇനി ഒരു 2 പ്രാവശ്യം കൂടെ ഇതുപോലെ കഴുകിയെടുക്കണം. അങ്ങനെ ആകുമ്പോൾ ഈ മല്ലി വൃത്തിയായി കിട്ടുള്ളൂ. ഇതുപോലെ കഴുകിയെടുക്കുക. ഇനി മഞ്ഞൾ ഈ ബക്കറ്റിലേക്ക് ഇട്ട് മഞ്ഞളും ഇതുപോലെ തന്നെ കഴുകിയെടുക്കണം. 2-3 വെള്ളത്തിൽ തന്നെ മഞ്ഞളും കഴുകിയെടുക്കണം. അതിലും നല്ലപോലെ പൊടിയുണ്ട്. ഇതും കഴുകി ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞളിലും നല്ലപോലെ അഴുക്കുണ്ട്. അത് 2 പ്രാവശ്യം കൂടെ കഴുകിയെടുക്കാം. ഇനി മുളക് 1 കിലോ മുളക് വാങ്ങിച്ചിട്ടുണ്ട്. പിരിയം മുളകാണ് വാങ്ങിയിട്ടുള്ളത്. അതിൻ്റെ മൊത്തെല്ലാം കളഞ്ഞ് മുളക് കഴുകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കണം. കുറേ സമയം വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഉണക്കിയെടുക്കാൻ പ്രയാസമാണ്. വെള്ളത്തിലിട്ടൊന്ന് ഇതുപോലെ പെട്ടെന്ന് കഴുകിയെടുക്കണം. കുറേ സമയം വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ മുളകിൽ വെള്ളം കുടിക്കും. ഇനി മണിച്ചോളാണ് കഴുകിയെടുക്കുന്നത്. മണിച്ചോളും ഇതുപോലെ കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് കഴുകിയെടുക്കുക. കഴുകി വെള്ളം ഊറ്റിയെടുക്കുക. ഇതെല്ലാം കഴുകിയെടുത്ത് കഴിഞ്ഞ് ടെറസിലാണ് ഉണങ്ങാനിടുന്നത്. ടെറസിൽ ഒരു തുണി വിരിച്ച് തുണിയിലേക്ക് ഉണങ്ങാനിടുന്നുണ്ട്. ഉണങ്ങാനിടുന്ന വീഡിയോ മിസ്സായിപ്പോയി. ഇനി 2 ദിവസം 2 വെയിൽ നല്ലപോലെ പൊള്ളിച്ച് ഉണക്കിയെടുക്കണം. നല്ലപോലെ ഇത് ഉണങ്ങി കിട്ടണം. 2 ദിവസം നല്ല വെയിൽ പൊള്ളിച്ച് ഉണക്കിയെടുത്തിട്ടുണ്ട്. ദിവസത്തെ വെയിൽ കൊണ്ട് മല്ലിയും മുളകെല്ലാം ഒരു കവറിൽ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് പൊടിക്കാൻ കൊണ്ടുപോകണം. മുളക്, മല്ലി, മണിച്ചോളം, കുറച്ച് പച്ചരിയും കഴുകി അതുപോലെ ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി മുളകും മല്ലിയെല്ലാം മില്ലിൽ കൊണ്ടുപോയി പൊടിച്ചെടുക്കുന്നതാണ്. മല്ലിയാണ് ആദ്യം പൊടിക്കുന്നത്. മല്ലി മെഷീനിലേക്ക് ഇട്ട് കൊടുത്തു. മല്ലി ഞാൻ ഒന്ന് വറുത്തിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. അതിലേക്ക് കുറച്ച് സാധനങ്ങൾ കൂടെ ചേർത്തിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. മഞ്ഞൾ പൊടിക്കാനിട്ടു. മഞ്ഞൾ പൊടിക്കുന്ന സമയത്ത് തെറിക്കും. ഇതിൽ നിന്ന് മഞ്ഞളും പൊടിച്ച് ഇനി മുളക് പൊടിച്ചെടുക്കുന്നുണ്ട്. ഒരു മെഷീനിലല്ല പൊടിച്ചെടുക്കുന്നത്. എല്ലാറ്റിനും വേറെ വേറെ മെഷീനുണ്ട്. മഞ്ഞൾ പൊടിക്കാൻ വേറെ, മുളക് പൊടിക്കാൻ വേറെ, മല്ലി പൊടിക്കാൻ വേറെ, അരി പൊടിക്കാൻ വേറെ, അങ്ങനെ എല്ലാത്തിനും വേറെ വേറെ മെഷീനുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാം പൊടിച്ച് കിട്ടും. മുളക് മെഷീനിലേക്ക് ഇട്ട് കൊടുത്ത് പൊടിച്ചെടുക്കുന്നുണ്ട്.
മുളക് പൊടിച്ച് കഴിഞ്ഞ് മണിച്ചോളം ഇട്ട് കൊടുത്ത് മണിച്ചോളം പൊടിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് തരിതരിയായിട്ടാണ് മണിച്ചോളം പൊടിച്ചെടുക്കുന്നത്. മണിച്ചോളം പൊടിച്ച് വറുത്തിട്ടാണ് എടുക്കുന്നത്. ഒരു മെഷീനിലേക്ക് ഇട്ടിട്ട് വറുത്തെടുക്കുന്നുണ്ട്. കുറച്ച് സമയം വറുത്തെടുത്ത് കഴിഞ്ഞാൽ ഇത് കേടാകാതെ ഇരിക്കും. കുറേ നാൾ ഇതുപോലെ തന്നെ വെക്കാം. ഈ മണിച്ചോളം കൊണ്ട് ഇതുപോലെ പൊടിച്ചെടുക്കുകയാണെങ്കിൽ പിട്ട്, കുറുക്ക്, ദോശ, അട എല്ലാം ഈ പൊടി കൊണ്ട് ഉണ്ടാക്കാം. ഉപ്പുമാവ് എല്ലാം ഈ പൊടി കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും, മണിച്ചോളം പൊടി കൊണ്ട്. കൊളസ്ട്രോളും ഷുഗറെല്ലാം ഉള്ളവർ ഇതുപോലെ കുറച്ച് മണിച്ചോളം വാങ്ങി പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുത്ത് ഉപയോഗിക്കാം. അരിയുടെ പകരം ഇത് കഴിക്കാം. ഷുഗറും കൊളസ്ട്രോളെല്ലാം കുറയും. പൊടിച്ച് അവിടുന്ന് തന്നെ കുറച്ച് തണിയാൻ വെച്ച് അതിന് ശേഷമാണ് പാത്രത്തിലേക്ക് എടുത്തിട്ട് കൊണ്ടുവരുന്നത്. കുറച്ച് തണുത്ത ശേഷം പാത്രത്തിലേക്ക് ഇട്ടിട്ട് കൊണ്ടുവരും. കൊണ്ടുവന്നതിന് ശേഷം വീട്ടിലും കുറേ സമയം തണിയാൻ വെക്കണം. ഈ പൊടി നല്ലപോലെ തണുത്ത് വരുന്നവരെ തുറന്ന് തണുക്കാൻ വെക്കണം. എല്ലാ പൊടികളും നല്ലപോലെ തണുത്ത ശേഷമേ പാത്രത്തിൽ ഇട്ട് വെക്കാൻ പാടുള്ളൂ. മുളക് പൊടിയെല്ലാം പൊടിച്ച് കുറച്ച് തണുത്ത ശേഷമാണ് കവറിലേക്ക് ഇട്ട് വരുന്നത്. കുറച്ച് പച്ചരിയും കൂടെ കൊണ്ടുപോയിരുന്നു, അതും പൊടിക്കുന്നുണ്ട്. നൈസായിട്ട് പൊടിച്ച് അപ്പത്തിനും അടക്കും നൂൽപുട്ടിനെല്ലാം വേണ്ടുന്ന പൊടിയാണ് പൊടിച്ചെടുക്കുന്നത്. പിരിയമുളക് പൊടിയാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ നല്ല കളറാണ്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയെല്ലാം പൊടിച്ച് കവറിലാക്കി ചൂടോടെ പ്ലാസ്റ്റിക് കവറിൽ ഇടാൻ പാടില്ല. കുറച്ച് തണുത്ത ശേഷമാണ് പ്ലാസ്റ്റിക് കവറിലിട്ടത്. ഇനി പച്ചരി നൈസായി പൊടിച്ചതും കൂടെ വറുത്തെടുക്കുന്നുണ്ട്. എല്ലാം വറുത്തെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് ഇതുപോലെ വെക്കണം തണുക്കാൻ. ഇങ്ങനെ തുറന്ന് നല്ലപോലെ തണുത്ത ശേഷം മാത്രം കെട്ടി വെക്കാം. നല്ലപോലെ തണുത്ത ശേഷം ഇത് കെട്ടി ഇതുപോലെയുള്ള പാത്രത്തിൽ അടച്ചു വെക്കുകയാണ് ഞാൻ ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് ഭരണിയിലോ നല്ലപോലെ ഉണങ്ങിയ പാത്രങ്ങളിൽ ഇട്ട് അടച്ചു വെക്കാം. ഞാൻ ഇതുപോലെ പാക്കറ്റോടെ തന്നെ ഇതുപോലെയുള്ള പാത്രത്തിൽ വെച്ച് അടച്ചു വെക്കും. ആവശ്യത്തിന് മാത്രം കുറച്ച് ചെറിയ പാത്രത്തിൽ എടുത്ത് വെച്ച് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഇതുപോലെ അടച്ചു വെച്ച് വെള്ളം നനവൊന്നുമില്ലാത്ത സ്പൂൺ കൊണ്ട് ഇരുന്ന് പൊടിയെടുക്കണം. എടുക്കുന്ന സമയത്ത് നല്ല ഉണങ്ങിയ സ്പൂൺ കൊണ്ട് പൊടിയെടുത്ത് മാറ്റി വെക്കണം. കുറച്ച് കുറച്ചായി എടുത്ത് മാറ്റി വെച്ച് ഉപയോഗിച്ചാൽ പൊടിക്ക് ഒരു തകരാറും വരില്ല. ഫ്രഷായിട്ട് തന്നെ പൊടി കുറേ നാൾ കേടാകാതെ ഇരിക്കും. അരിയും മണിച്ചോളെല്ലാം ഇതേപോലെ തന്നെ തുറന്ന് വെച്ച് നല്ല പോലെ തണുത്ത ശേഷം അടച്ചു വെച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.